അതാണ് ബ്രിഗേഡിയർ വേണു നായർ. ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഏറ്റ കനത്ത തിരിച്ചടി, അതിന്റെ ജാള്യത മാറ്റുന്നതിനെ എന്ന് പറയുന്നു. മാത്രമല്ല നമുക്കറിയാം, ഒരു സമയത്ത് 9 തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിക്കുന്നു. ആ സമയത്ത് അവിടുത്തെ വ്ളോഗർമാരുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാ മസൂദ് അസറിന്റെ തറവാട് സുബാനല്ല, മർക്കസ് സുബാനുള്ള തകർത്തിരിക്കുന്നു. എവിടെയാണ് നമ്മുടെ സൈന്യം എന്നൊക്കെയായിരുന്നു ആ വ്ളോഗർമാർ അതിലൂടെ ചോദിച്ചത്. അതിനുശേഷവും നമ്മൾ കണ്ടതാണല്ലോ എവിടെയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി, സൈന്യത്തിനകത്ത് തന്നെ ഭിന്നത നിലനിൽക്കുന്നോ എന്ന ചോദ്യം. ഇതൊക്കെ വിട്ടേക്കൂ. ഇപ്പോഴും നമുക്കറിയാം പാകിസ്ഥാനിലെ തീവ്രവാദ നേതാക്കൾ ISIയുടെയും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും ഒക്കെ കൃത്യമായ സംരക്ഷണത്തിൽ ആണ് കഴിയുന്നത്. ഈ അന്ന് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് ശേഷം നടത്തിയ മരണാനന്തര ചടങ്ങിൽ ISIയുടെയും പാക് സൈന്യത്തിൻ്റെയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത്. അതിനിടയിലാണല്ലോ ഇപ്പോൾ അബു സൈഫുള്ള ഖാലിദ് കൊല ചെയ്യപ്പെടുന്നത്. ആമിർ ഹംസ എന്ന ലഷ്കർ-ഇ-തോയ്ബയുടെ സഹസ്ഥാപകൻ ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിൽ എന്നുള്ളതാണല്ലോ പുറത്തു വരുന്ന വിവരം. അപ്പോൾ സൈന്യത്തിനോ ISIക്കോ ഒന്നും സുരക്ഷ പോലും നൽകാൻ സാധിക്കുന്നില്ല അവിടുത്തെ തീവ്രവാദികൾക്ക്. ആ ചോദ്യവും വിമർശനവും അവിടുത്തെ സൈന്യം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വിജയം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പദവി നൽകുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? തീർച്ചയായിട്ടും അഭിലാഷ് അടക്കം എല്ലാവർക്കും എൻ്റെ ജയ് ഹിന്ദ്. പാകിസ്ഥാനെ പറ്റി വളരെ രസകരമായ ഒരു ഒബ്സർവേഷൻ ആളുകൾ പറയാറുണ്ട്. അതിതാണ്, പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിൽ തോറ്റാലും പാകിസ്ഥാൻ ആർമി ജയിക്കുമെന്നാണ് പറയുന്നത്. വളരെ ദയനീയമായ പരാജയങ്ങൾ നമ്മൾ 71-ലും 99-ലും കാർഗിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷവും കാര്യമായ മാറ്റങ്ങളൊന്നും പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് പാകിസ്ഥാൻ ആർമിക്കെതിരായിട്ടുണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഈ ലേറ്റസ്റ്റ് കോൺഫ്ലിക്റ്റ് വന്നത് മെയ് 7 മുതൽ 12 വരെ 10 വരെ നടന്ന സംഭവങ്ങളെന്ന് നോക്കിയാൽ ഏത് വിധത്തിലാണ് പാകിസ്ഥാന് ജയമുണ്ടായിരിക്കുന്നത്? ഏത് മാനദണ്ഡങ്ങൾ നോക്കിയാലും പാകിസ്ഥാൻ ആണ് അമ്പേ പരാജയപ്പെട്ടിരിക്കുകയായിരുന്നല്ലോ. അതെന്നാണ് ലോകം മനസ്സിലാക്കിയതാണ്. അതിനുള്ള പ്രൂഫായിട്ട് നമ്മൾ സാറ്റലൈറ്റ് പിക്ചേഴ്സ് അടക്കം നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി, നേവൽ ആൻഡ് എയർ ഓപ്പറേഷൻസ് അവർ ഓരോ ദിവസവും വൈകുന്നേരം അവരുടെ ന്യൂസ് ബ്രീഫിങ്ങിൽ നമ്മൾ ലോകം കണ്ടതാണ്, നമ്മൾ മാത്രമല്ല. ആക്ച്വലി ഇതിൻ്റെ ആദ്യത്തെ പ്രൂഫൊക്കെ വരുന്നത് അവരുടെ പാകിസ്ഥാന്റെ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ പോയിരുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ആധികാരികമായിട്ട് നമ്മുടെ ആർമി, നേവി, എയർഫോഴ്സ് അതിന്റെ സാറ്റലൈറ്റ് പിക്ചേഴ്സ് നമ്മൾ കാണിച്ചത്. ദ ഫോട്ടോഗ്രാഫ് ബിഫോർ ദ സ്ട്രൈക്ക് ആൻഡ് ആഫ്റ്റർ ദ സ്ട്രൈക്ക്. അപ്പോൾ പ്രീഷ്യസ് സ്ട്രൈക്ക് ചെയ്തു. ആദ്യത്തെ ദിവസം തന്നെ നോക്കുകയാണെങ്കിൽ അതിരാവിലെ വെളുപ്പിന് ബിറ്റ്വീൻ 1 and 1:30 ഇടയ്ക്കാണല്ലോ ഉണ്ടായത്. നമ്മൾ ആഗ്രഹിച്ച ഈ ഭീകരരുടെ താവളങ്ങളും അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സും അവരറിയുക പോലും ചെയ്യാതെ നമ്മൾ നശിപ്പിച്ചു. പ്രൈം മിനിസ്റ്റർ ഷെരീഫ് പറഞ്ഞത്, എന്നെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് വിളിച്ച് രാത്രി ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയാണ് എന്നോട് ഇത് പറഞ്ഞതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലോട് കൂടി തന്നെ നമ്മൾ രാവിലെ ആയപ്പോഴത്തേക്കും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന എത്തങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ 2 ദിവസങ്ങളിൽ അവർ നമ്മുടെ 26 സ്ഥലങ്ങൾ ആക്രമിച്ചു, ഇൻക്ലൂഡിങ് 11 എയർഫീൽഡ്സ്. ഒന്നും അവർക്ക് വിജയം ജയിക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ ട്യൂബ് വളരെ കുറച്ച് ഡാമേജുകൾ, അത് ഏതായാലും 2-വേ വാറിൽ ഉണ്ടാകുന്ന ഒരു 2-വേ കോൺഫ്ലിക്റ്റ് ആണിത്. അത് ഉണ്ടാകുന്നത് അത് കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല. അതിനെതിരായിട്ട് നമ്മൾ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ ടോട്ടലി ഡൗൺ ആക്കി അവരുടെ 11 എയർഫീൽഡുകളിൽ നമ്മൾ അവരുടെ എയർഫീൽഡ് ഇനോപ്പറേറ്റീവ് ആക്കി. അവരുടെ ന്യൂക്ലിയർ ആർസനലുള്ള സ്ഥലങ്ങളിൽ എൻട്രൻസും അതൊക്കെ അവിടെ വരെ നമ്മളെത്തി. അപ്പോൾ ഒരു രീതിയിലും ഒരു മാനദണ്ഡത്തിലും അവർ ജയിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രൊമോഷൻ എന്തിനാണ് മുനീറിന് കൊടുത്തതെന്ന് നോക്കുകയാണെങ്കിൽ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് ഈ ഗവൺമെന്റിന്റെ പ്രൈം മിനിസ്റ്റർ ആൻഡ് ഗവൺമെന്റിന് ഉള്ള ഒരു പിടി. പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ പാകിസ്ഥാൻ ജനതയെ
സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞത് രണ്ടാമത്തെ ദിവസം അവർ പറയുന്ന കാര്യം ഇതാണ്: 26 സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇന്ത്യയെ ആക്രമിച്ചു, അതിൽ കണ്ടമാനം നമ്മുടെ ഫ്രണ്ട് ലൈൻ എയർക്രാഫ്റ്റ്സ് നശിപ്പിക്കാൻ പറ്റി, നമ്മുടെ ജനവാസങ്ങളിൽ കാഷ്വാലിറ്റി ഉണ്ടാക്കി എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇതെല്ലാം വളരെ മിനിമലായിരുന്നുള്ളതിന് ഫോട്ടോഗ്രാഫിക് എവിഡൻസ്, അവരുടെ വിജയത്തിന് വേണ്ടിയുള്ള ഫോട്ടോഗ്രാഫിക് എവിഡൻസോ എനി എവിഡൻസ് ഒരിടത്തൊന്നും വന്നിട്ടില്ല. അപ്പോ ഈ പാകിസ്ഥാൻ ജനതയുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവർക്ക് ഒരു സന്തോഷമായിട്ടുള്ള ഒരു വാർത്ത ഒന്നും അവർക്ക് കാലങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ടില്ല. ഇന്ത്യയായിട്ടുള്ള ഏത് കോൺഫ്ലിക്റ്റിനാണെങ്കിലും അവർ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ഇത് 65ലും സംഭവിച്ചത് ഇത് തന്നെയാണ്. 65 വാറില് അവരുടെ വിചാരം അവർ നമ്മളെ തുപ്പച്ചു എന്നുള്ളതാണ്. വാസ്തവം പറഞ്ഞാൽ ഒരു 15,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് നമ്മൾ പിടിച്ചപ്പോൾ അവിടെ 500 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് അവർ പിടിച്ചെടുത്തത്. പക്ഷേ താഷ്കണ്ട് ഉടമ്പടിയോട് കൂടി നമ്മൾ അത് വിട്ടുകൊടുത്തു. അവരും അത് പറയുന്നത് സെപ്റ്റംബർ 6 ഡിഫൻസ് ഓഫ് പാകിസ്ഥാൻ ഡേ അവരുടെ വിജയം പോലെയാണ് അവർ ആഘോഷിക്കുന്നത്. അതുപോലെ അതിന്റെ ഒരു ബെറർ ഇമേജ് ആണ് ഇപ്പൊ അവർ ചെയ്യുന്നത്. ഇത് പാകിസ്ഥാനികളെ സന്തോഷിപ്പിക്കാനാണ്. പിന്നെ മുനീറിന്റെ ഹിസ് അക്സെപ്റ്റബിലിറ്റി വിത്തിൻ ദ ആർമി, അദ്ദേഹം വാസ്തവം പറഞ്ഞ പാകിസ്ഥാൻ മിലിറ്ററി അക്കാഡമിയിൽ നിന്നുള്ള ഒരു ഓഫീസർ അല്ല. അദ്ദേഹത്തിന് കമ്മീഷൻ കിട്ടുന്നത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി മംഗലയിൽ നിന്നാണ്. അപ്പോൾ അതൊരു സെക്കൻഡ് റേറ്റ് ഓഫീസേഴ്സ് ആയിട്ടാണ് പെടുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇത് മൂലമുള്ള ഈ ഒരു അഭിവൃദ്ധിയും ഈ പ്രൊമോഷനും ഒക്കെ ഒരു നല്ല വിഭാഗം ഓഫീസേഴ്സിന് ഇഷ്ടമാവുകയില്ല എന്നുള്ളത് ഇപ്പൊ നമ്മുടെ പാനലിലുള്ളവരും ചിലർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് ഈ മുല്ല മുനീർ എന്നാണല്ലോ ഇദ്ദേഹത്തെ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഖുറാൻ ബൈ ഹാർട്ട് ആയിട്ട് അറിയാമെന്നുള്ളതാണ്. അത് ഇൻ ആൻഡ് ഔട്ട് ഓഫ് പ്ലേസ് അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ കാണുന്നത്. തീർച്ചയായും അദ്ദേഹം പലപ്പോഴും സൈനികരെ തന്നെ അഭിസംബോധന ചെയ്യുന്നത് ആ നിലയിൽ തന്നെയാണ്, ഒരു സൈനിക മേധാവിയുടെ പശ്ചാത്തലത്തിൽ അല്ല. ഇവിടെ വേണുഗോപാൽ സാർ, ഈ